ഹലോ ഗൈസ്, ഇത് രാഹുലാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പുള്ളിക്കാരൻ ക്രിക്കറ്റ് ഒക്കെ നല്ല പ്രൊഫഷണൽ രീതിയിൽ, ഒരു സെമി പ്രൊഫഷണൽ രീതിയിലെങ്കിലും സബ് ഡിസ്ട്രിക്റ്റിനും റവന്യൂവിനും വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഇന്ത്യയുടെ തോൽവിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. രാഹുൽ, എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ തോക്കാനുള്ള റീസൺ എന്നാണ് തോന്നുന്നത്? വളരെ ആധുനികമായും ടെക്നിക്കലായിട്ട് പറയാനൊന്നും നമ്മൾ അത്രയും ഇപ്പൊ ഉള്ള ടെക്നീഷ്യൻസിന്റെ ഇപ്പോഴുള്ള ബോൾ ബൈ ബോൾ ഇപ്പം ഓരോ ആൾക്കാർ റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും രീതിയിലുള്ള ടെക്നോളജി വളർന്നിട്ടുണ്ട്. അത്രയും പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറയാനുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മെയിൻ ടെസ്റ്റ് തോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു സ്പിൻ ട്രാക്ക് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അത് നമുക്ക് തിരിച്ചടിക്കുക തന്നെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിന് എത്ര ഷോർട്ട് റൺസ് എടുത്താണെങ്കിൽ പോലും 190 റൺസ് അവർ ലീഡ് വെച്ചു. 190 ആയിരുന്നു അവിടെ ലീഡ് ഇരിക്കേണ്ടത്. എങ്ങനെ പോലും 250 അല്ലെങ്കിൽ 220 ലാസ്റ്റ് ഉള്ള ഓരോ റൺസും ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ആ ഓരോ റൺസ് നമുക്ക് പ്രശ്നമായി തോന്നിയത്. ആ സിറ്റുവേഷനിൽ വളരെ പക്കായിട്ടൊന്ന് സെൻസിബിൾ ആയിട്ട് ഒരു 20 റൺസ് ലീഡ് വെച്ചിരുന്നെങ്കിൽ കളിയുടെ മൊമെന്റം ഉൾപ്പെടെ മാറിപ്പോയനെ. അല്ല, ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം പിച്ച് കുറച്ച് എളുപ്പമായതുപോലെ തോന്നിയോ? എന്നിട്ട് ഫോർത്ത് ഡേ ആയപ്പോഴത്തേക്ക് പിന്നെ പാടായതുപോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഭയങ്കര സ്പിന്ന് സ്ലോ ആയതുപോലെ തോന്നി രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് പ്ലേയേഴ്സ് കെ എൽ രാഹുൽ ആണെങ്കിൽ പോലും ജഡേജ ആണെങ്കിൽ പോലും സെക്കൻഡ് ഇന്നിങ്സ് ആയിട്ട് അവർക്ക് ഇഞ്ചുറി ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ എക്സ്പീരിയൻസ് ആയിട്ട് ടെസ്റ്റ് കളിച്ചുകൊണ്ടിരുന്ന ടെസ്റ്റിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ചേതേശ്വർ പൂജാര, റഹാന. കാരണം അവർ ആ മൊമെന്റത്തിലും അവർ ആ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ കളിക്കുന്ന ഇപ്പൊ നമ്മൾ ഗില്ലിനെ നോക്കിയാൽ പോലും ബാക്കിയുള്ള പ്ലേയേഴ്സിനെ നോക്കിയാൽ പോലും കേസ് ഭരത് അല്ലാതെ വേറെ ആരും ഈ ഒരു ഫോർമാറ്റിൽ മാത്രം ഉൾക്കൊണ്ട് നിൽക്കുന്നില്ല. എല്ലാവരും 3 ഫോർമാറ്റ്സും കളിക്കുന്നുണ്ട് ഇപ്പൊ. കാരണം 2020 ആണ് ഏറ്റവും കൂടുതൽ വരുന്ന. IPL വരുന്നുണ്ട്. നോർമലി ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു ഭംഗി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വേറൊരു പ്രധാനമായ കാരണം. ആരും ഒരു വിക്കറ്റ് പോലും നമ്മൾ LB ആയിട്ടോ ബൗൾഡ് ആയിട്ടോ പോയത് ഫസ്റ്റ് ഇന്നിങ്സ് കുറവാണ്. എല്ലാം അടിച്ചു പോക്കി. കാരണം ബാസ് ബോൾ ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്ത സാധനം തന്നെയാണ് നമ്മൾ കളിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫസ്റ്റ് ഇന്നിങ്സിൽ അത് കൊണ്ടുവന്ന് തന്നെ മെക്കോണ്. ആ ഒരു ഇന്ത്യന്റെ രണ്ടാമത്തെ ഇന്നിങ്സിൽ ആരും എന്താണ് അടിച്ച് കളിക്കാത്തതെന്നുള്ളതാണ് എന്റെ ഡൗട്ട്. എല്ലാരും വന്ന് കൊട്ടിയത് എന്തുകൊണ്ടായിരിക്കും? പ്രഷർ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് നല്ലതായിട്ട് ബോൾ എറിഞ്ഞിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇംഗ്ലണ്ട് 4 ബോൾ കറക്റ്റ് ലൈൻ ലെങ്ത്തിൽ എറിയുന്നു. 2 ബോൾ അവർക്ക് ഫുൾ ആകുമ്പോൾ മാത്രമാണ് ആ റൺസ് അവിടെ പൊക്കോണ്ടിരുന്നത്. അതെ, സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ട് അവർ പിച്ച് മനസ്സിലാക്കി എറിയിച്ചു. പക്ഷെ ആ പിച്ച് മനസ്സിലായതാണോ? ജയ്സ്വാളിനെ പോലെ ഒരാൾ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ അവർ പിന്നെ ആ ബാക്ക് ഫുട്ടിലോട്ട് പോയി അവർ പ്രഷറിലായേനെ എന്നാണ് എന്റെ അഭിപ്രായം. അതായത് നമ്മുടെ ആരും അങ്ങോട്ടൊന്ന് ഇറങ്ങി അടിക്കാൻ, ഇപ്പൊ ജയ്സ്വാൾ ഇറങ്ങി അടിക്കാൻ പറ്റില്ല. അത് ഇറങ്ങിയത് ഫസ്റ്റ് സൈഡിൽ പോയി സിലി ലെഗിൽ പോയി ക്യാച്ച് വന്നു. അത് കഴിഞ്ഞ് ശുഭ്മൻ ഗില്ല് വന്ന് കൊട്ടി, KL രാഹുൽ വന്ന് കൊട്ടി, ശ്രേയസ് അയ്യർ ഞാൻ ഒരിക്കലും കൊട്ടി കാണാത്തതാണ്, അവരും വന്ന് കൊട്ടി. അതുകൊണ്ടല്ലേ ആ കൂടെ കുറച്ച് അടിച്ചു കളിച്ച ശിഖർ ഭരത്താണ്. ശിഖർ ഭരത് രോഹിത് ഭായ് അടിച്ചു. രോഹിത് ഭായ് 2 റിവേഴ്സ് സ്വീപ്പ് അടിക്കാൻ നോക്കി. പിന്നെ അതൊരു നല്ല ബോളായിരുന്നു. അത് തിരിയൊന്ന് വിചാരിച്ച് കളിച്ചു, തിരിഞ്ഞില്ല ബോൾ. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒറ്റ മെയിൻ ബോളറിനെ ഉപയോഗിച്ചിട്ടുള്ളൂ, മാർക്ക്. എക്സെപ്ഷണൽ ആയിട്ട് ഈ കളിയിൽ ഇറങ്ങിയ ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറഞ്ഞത് ബുംറയാണ്. വേറെ ഒരു ബൗളേഴ്സിനും 0 ഇൻപുട്ട് ആണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മൾ സിറാജിനെ കൊണ്ടുപോയ സ്ഥാനത്ത് അവർക്ക് ജോ റൂട്ട് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ്, അത്രയും പൊട്ടൻഷ്യൽ. കാരണം ഇത്ര എക്സ്പീരിയൻസ് ആണ് വലിയൊരു കാര്യം നിൽക്കുന്നത്. കാരണം ബെൻ സ്റ്റോക്സിനെ മറ്റവന് ഒരു ഓവർ പോലും കൊടുത്തില്ല. ആ കൂടെ റഹാൻ അഹമ്മദിന് എത്ര ഓവറാണ് ഫുൾ കളിയിൽ കൊടുത്തത്? ഞാൻ ഇപ്പം പറഞ്ഞു. ഒരു സെക്കൻഡ്. റഹാൻ അഹമ്മദിന് രണ്ടാമത്തെ ഇന്നിങ്സിൽ 6 ഓവർ, 19 ഓവേഴ്സ്. ഫസ്റ്റ് ഇന്നിങ്സിൽ 19 ഓവേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഇന്നിങ്സിൽ ആ കൂടെ ഫസ്റ്റ് ഇന്നിങ്സിൽ അവ 24 ഓവർ എറിഞ്ഞു. 30 ഓവർ ഫുൾ കളിയിൽ അവ എറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കുൽദീപ് യാദവിനെ കൊണ്ടുപോയാൽ നമുക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ ജഡേജ അടിച്ചതോ അക്ഷർ പട്ടേൽ അടിച്ച റണ്ണ് പോയേനെ. പക്ഷെ അവിടെ ഈ ടീം കോമ്പിനേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. വിരാട് കോഹ്ലി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലാതിരിക്കുന്ന ഒരു വലിയൊരു മാറ്ററാണ്. വലിയൊരു ആ ഒരു പ്ലെയറിനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഒരു മിഡിൽ പോർഷൻ, ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം എന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ഒരിക്കലും കുറ്റപ്പെടാൻ പറ്റില്ല. കാരണം എന്നും ഒരാളെ ദിവസമാകാൻ പറ്റില്ല. എല്ലാവർക്കും സച്ചിനാകാൻ പറ്റൂല, എല്ലാവർക്കും ധോണിയാകാൻ പറ്റില്ല, എല്ലാവർക്കും വിരാട് കോഹ്ലിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കൺസിസ്റ്റൻസി കാണിക്കാൻ പറ്റില്ല. എന്റെ അപ്പോഴത്തെ ഡൗട്ട് അതല്ല.
മൂന്നാമത്തെ ടെസ്റ്റില് കോഹ്ലി തിരിച്ചു വരും. ശ്രേയസ് അയ്യർ പോകണോ, പറയപ്പെടുന്നത് ശ്രേയസ് അയ്യർ പോകണോ, KL രാഹുൽ പോകണോ, ഗില്ല് പോകണോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു കാര്യം പുതിയൊരു അപ്ഡേറ്റ് ആണ്. രവീന്ദ്ര ജഡേജയും KL രാഹുലും ഇൻജോർഡ് ആണ്, അടുത്ത കളി കാണില്ല എന്ന് പറയുന്നു. മൂന്നാമത്തെ കളി തിരിച്ചു വരും പറഞ്ഞാൽ സർഫറാസ് ഖാനെ ടീമിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സർഫറാസ് ഖാൻ രജത് പട്ടിദാറും ടീമിലുണ്ട് ഓൾറെഡി. രജത് പട്ടിദാറും ഉണ്ട്. അപ്പൊ ആരെ എടുക്കണമെന്നാണ് അടുത്ത കളിയിൽ ആരെയൊക്കെയാണ്, നീയാണ് സെലക്ടറെങ്കിൽ ആരെ എടുക്കും? വിശാഖപട്ടണം ഓൾമോസ്റ്റ് സെയിം ട്രാക്കാണ്, സ്പിന്നിങ് ട്രാക്കാണ്. എന്റെ ഒരു പ്രിഫറൻസ് മെയിൻ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചൂടും ബുംറ നമുക്ക് മതി. അതെ, ബുംറ നമുക്ക് മതി. കുൽദീപിനെ കൊണ്ടുപോവാ, സിറാജിനെ മാറ്റുക. സിറാജ് വളരെ നല്ല ബോളറാണ്. പേസ് കണ്ടീഷനിൽ ഇത്രയും ഭംഗിക്ക് എറിയാൻ പറ്റുന്ന ബോളറാണ്. പക്ഷെ എന്നും അയാളെ എന്തോ അയാളെ ദിവസം ആകില്ല. അതിന് ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതിന് ആ ഒരു സാഹചര്യം മാറ്റിയിട്ട് നോർമലി കുൽദീപ് യാദവിനെ കയറ്റി കഴിഞ്ഞാൽ ലെഫ്റ്റ് ചൈനാമാൻ സ്വിംഗർ ആണ്, നമുക്ക് ആകെ ഉള്ള ഒരു ബോളറാണ്. അയാളെ പൊട്ടൻഷ്യൽ അയാൾ എന്തായാലും നമുക്ക് കാണിച്ചു തരും എന്നുള്ള കാര്യം എനിക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ ലെഗ് സ്പിന്നിങ് കാട്ടിലും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, കാരണം ഇപ്പൊ റഹാൻ അഹമ്മദ് ആണ് അവരുടെ ലെഗ് സ്പിന്നർ, അവരുടെ ടീമിൽ. പക്ഷെ അവനെയും കാട്ടിലും ഫിംഗർ സ്പിന്നിനാണ് കൂടുതൽ വർക്ക് ആവുന്നതെന്ന് അവിടെ ഇരിക്കുന്ന കമന്റേറ്റർ പറയുന്ന എല്ലാവരും, പീറ്റർസൺ പറയുന്നു, മുരളി കാർത്തിക് പറയുന്നു, എല്ലാരും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു കളിയിൽ ഞാൻ ബെൻ സ്റ്റോക്സിന്റെ ഭാഗത്ത് നിന്ന് കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് 2 പ്ലേയേഴ്സ് സ്ലോയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു സില്ലി മിഡ് പോയിന്റ് വെച്ചില്ല. എന്തുകൊണ്ട് സില്ലി മാനെ വെച്ചിട്ടില്ല അവിടെ? അത് ഞാനും ആലോചിച്ചു. അതെനിക്ക് തോന്നുന്നു സിറാജ് ഒരെണ്ണം ഇറങ്ങി വന്ന് മിസ് ചെയ്യുന്ന അവനെ ഉറപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് അവർക്ക് കാരണം എങ്ങാനും ഇങ്ങനെ ഇറങ്ങി അടിക്കിയ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാവും അവ എന്ത് ചെയ്യണം എന്ന് എനിക്ക് തന്നെ അറിഞ്ഞത്. ബെൻ സ്റ്റോക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവന്റെ എല്ലാം അല്ല ഒരു കാര്യങ്ങളുണ്ട്. ഈ ലാസ്റ്റ് മിനിറ്റ് ഇവരെ 8 ഓവേഴ്സ് എടുത്തില്ല. 8 ഓവേഴ്സ് ഓർ 30 മിനിറ്റ്സ് ആയിരുന്നു അവർക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 8 ഓവേഴ്സിൽ എത്ര ഒരു അൺനെസസറി സ്റ്റംപിങ് കോൾസ്. എന്തിനാണ് വെറുതെ അത് അമ്പയറിന് അപ്പീൽ ചെയ്യുന്നു, അത്രയും സമയം പോവുകയാണ്. അവർക്കത് താല്പര്യം, അത് കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്തിനത് പോകുന്നു? അതൊക്കെ ബെൻ സ്റ്റോക്സിന്റെ ഒരു എക്സ്പീരിയൻസ് പ്ലെയറിന് വന്ന് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും വരുന്നുണ്ട് മിസ്റ്റേക്സ്, ഇല്ല അത് നമുക്ക് തോന്നാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്സ് ആണത്. പക്ഷെ ബെൻ സ്റ്റോക്സ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് വിചാരിക്കുന്ന എല്ലാവരും വർക്ക് ആവുകയാണ് സാധനം. ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രഷർ ചേസ് വരെയാണ്. 4th ഇന്നിങ്സ് സ്പിന്ന് നന്നായിട്ട് കൂടി, നന്നായിട്ട് അവർ എറിയുന്നുണ്ട്. അവര് ഒലിപ്പോപ്പിന്റെ 196 റൺസ് അവർക്ക് കൊടുത്ത ഒരു പവർ, അതാണ് കംപ്ലീറ്റ് ആയിട്ട് അവരെ ഡെക്കോറം മാറ്റിപ്പോയത്. അതെ, ഇത് ഒലിപ്പോപ്പ് അടിച്ചിരിക്കുന്നത് ഒരു ഫോറിനർ ഇന്ത്യയിൽ വന്ന് അടിച്ചിട്ടുള്ളതില്, അതായത് 3rd ഇന്നിങ്സിൽ അടിച്ചിട്ടുള്ള ഏറ്റവും ടോപ്പ് 4th പൊസിഷൻ ആണ്. അതായത് ജാക്ക് ആലിസ്, ലാൻസ് ക്രൂസ്നർ, സംഘക്കാര, ഈ 3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാരെക്കാളും ഏറ്റവും കൂടുതൽ റൺ അടിച്ചു. ഒലിപ്പോപ്പിന്റെ ഫസ്റ്റ് ഇന്നിങ്സിലെ കളി കണ്ടിട്ട് ഞാൻ, അത് വ്യൂവേഴ്സ് മനസ്സിലാകാൻ, ഞാൻ ഇവന്റെ അടുത്ത് ഇവന് ക്രിക്കറ്റ് കളിക്കാൻ, സ്പിന്ന് കളിക്കാൻ അറിഞ്ഞൂടാന്ന് വരെ കൊട്ടയടിച്ചാണ് ഞാൻ. പക്ഷേ അവൻ വന്നാണ് അത്ഭുതം കാണിച്ചത്. നമ്മുടെ ഒരു ബാറ്റ്സ്മാൻ പോലും ഫസ്റ്റ് ഇന്നിങ്സിൽ 80-ന് മേലെ പോയില്ല. എല്ലാവർക്കും ഒരു 150 അടിക്കാനുള്ള പിച്ച് ഉണ്ടായിരുന്നു, അടിച്ചില്ല, ആരും അടിച്ചില്ല. അല്ലല്ലേ, ഒരിക്കലും എന്നെ ഈ പിച്ച് വളരെ ടഫ് പിച്ചാണ്. നമ്മളെ കണ്ടീഷൻ അറിയാന്നുള്ളതുകൊണ്ട് നമ്മുടെ പിള്ളേര് നന്നായിട്ട് കളിച്ചു. 80 റൺസ് ഒരു ചെറിയ നമ്പർ അല്ല. പക്ഷെ പണ്ടുള്ള പ്ലേയേഴ്സ് എല്ലാരും നിനക്ക് ഓർമ്മ, അവർ 80-ലൊന്നും ഔട്ടാവില്ല. ഔട്ടാവുന്നെങ്കിൽ നേരത്തെ ഔട്ടാവും. പണ്ട് എത്ര ടെസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, ഇതേപോലത്തെ പിച്ചുകൾ എത്ര ടെസ്റ്റ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്ത് ലെവലിൽ കളിച്ചു വെച്ചു. ആ സമയത്ത് നമുക്ക് ടെസ്റ്റ് കളിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യലൈസ്ഡ് ടീം ഉണ്ടായിരുന്നു. കാരണം 10 ബോൾ ലീവ് ചെയ്താലും 15 ബോൾ ലീവ് ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല, 10 ബോൾ ലീവ് ചെയ്താൽ നമുക്കൊന്ന് ബാറ്റും ബോളും കണക്ട് ചെയ്യാൻ വേണ്ടി ഇവർ നോക്കുന്നുണ്ട്. നമ്മളൊരു രാഹുൽ ദ്രാവിഡ് എന്നൊരു പ്ലെയർ ഉണ്ട്, ചേതേശ്വർ പുജാര എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അതൊക്കെ ടെസ്റ്റ് എന്താണ് നമുക്ക് കാണിച്ചെന്നൊരു വ്യക്തിയാണ്. ടീമിന് സ്ട്രൈക്കർ വേണം, വീരേന്ദ്ര സെഹ്വാഗ് വേണം, നമുക്കുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയും കളിക്കുന്നുണ്ട്, രവിചന്ദ്രൻ അശ്വിൻ കളിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല പ്രായമുള്ളവരാണ് ഈ 3 പേരും. എന്നിട്ടും റഹാനെയും പുജാരേനെയും മാറ്റിയതാണോ ഈ തോൽവിക്ക് റീസൺ? അതും ഈ 2 പ്ലേയേഴ്സും ഒരേ സമയത്ത് ടീമിൽ നിന്ന് മാറുമ്പോൾ അത്രയും പോലെ എക്സ്പീരിയൻസ് ആയിട്ടൊരു പ്ലെയർ ടീമിൽ വേണം. അതും വിരാട് കോഹ്ലിയുടെ ആബ്സെൻസിൽ ഇതേപോലൊരു പ്ലെയറിന് എന്താണെങ്കിലും വേണം. കാരണം ഇപ്പൊ എങ്ങനെ നോക്കിയാലും ഇന്ത്യക്ക് ഒരു ABC, എനിക്കതൊരു D ടീം ഇറക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അത്രമാത്രം ടാലൻസ് ആണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പറ്റി. ടാലന്റ് യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ KS ഭരത്തിനെ ഇറക്കി, ഈ അക്സർ പട്ടേലിനെ കൊണ്ടുവന്നു, ശുഭ്മൻ ഗില്ലിനെ, ജയ്സ്വാളിനെ കൊണ്ടുവന്നു. പക്ഷെ പ്രഷർ സിറ്റുവേഷൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ലല്ലോ കാര്യങ്ങൾ.
അത് എക്സ്പീരിയൻസ് കളിച്ചു വരട്ടെ, സമയം കൊടുക്ക്. അപ്പം എല്ലാ പ്ലേയേഴ്സിനെയും ഒരുമിച്ച് മാറ്റി കുറെ ന്യൂ ടാലൻസിനെ ഒരുമിച്ച് വെക്കാതെ ഇപ്പൊ ഒരു വിരാട് കോഹ്ലി ഒരു എക്സ്പീരിയൻസ് പ്ലെയർ പുറത്തു പോണ സമയത്ത് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗായ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൊമെന്റത്തിൽ കളി മുമ്പോട്ട് നീക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ നീക്കിക്കൊണ്ട് പോകാന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. വിരാട് കോഹ്ലി ആണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഹാപ്പി ആയിട്ട് കളിച്ച് അതൊന്ന് ഫിനിഷ് ചെയ്തേനെ. അത് നമുക്ക് പാകിസ്ഥാന്റെ കൂടെ ഉള്ള ഒരു കളി അത് ഇപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കും, ആ ഒരു 6. അതെ, പക്ഷെ അപ്പോഴും എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാസ്ബോൾ കളിക്കുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് എല്ലാവരും ഇറങ്ങി ഉടനെ സ്വീപ്പ് കളിക്കാൻ നോക്കുന്നുണ്ട്, റിവേഴ്സ് സ്വീപ്പ് കളിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ആ കൂടെ സ്വീപ്പ് കളിച്ച ഏക പ്ലെയർ രണ്ട് പ്ലേയേഴ്സ് കളിച്ചു. രജത് പട്ടിദാറും കളിച്ചു, രജത് പട്ടിദാർ KS ഭരത്തും കളിച്ചു, ഈ രോഹിത് ശർമ്മയും കളിച്ചു. ബാക്കി ആരും അതിന് തയ്യാറാവുന്നില്ല, ഇറങ്ങി കളിക്കാനും തയ്യാറാവുന്നില്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ എല്ലാവരും കളിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞുകൂടെ? എനിക്ക് അതാണ് ഡൗട്ട്. ആ വേൾഡ് കപ്പ് ഫൈനൽ കണ്ടപ്പോഴും ഈ മാച്ച് കണ്ടപ്പോഴും തോറ്റു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോൾ ഇവർ കളിക്കാൻ കഴിവില്ലാത്തവരല്ല, പക്ഷെ പ്രഷർ വരുമ്പോ പറ്റുന്നില്ല. സത്യം അതാണ് ഇന്ത്യൻ ടീമിന്റെ. ജവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് നീ ഡിസപ്പോയിന്റ് ആയിട്ടാണ് ഈ കാര്യം വ്യക്തമായിട്ട് എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. എനിക്കത് അറിയാനുള്ള കാര്യമാണ്. പേഴ്സണലി ഇന്ത്യൻ ടീമിനോട് എത്ര സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രോഹിത് ശർമ്മ എന്നൊരു ക്യാപ്റ്റന്റെ പൊട്ടൻഷ്യൽ വ്യക്തമായിട്ട് അറിയാൻ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. സ്റ്റിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇതൊരു മാറ്റേഴ്സ് ഉണ്ടല്ലോ. വേറെ ഒന്നുമല്ല, അവരുടെ ടീമിൽ കളിച്ച 1 ഡൗൺ പ്ലെയർ ആയിട്ടുള്ള ജോ റൂട്ട് അടിച്ച 196 റൺസ്, നമുക്ക് ഇറങ്ങിയ ഒലി പോപ്പ് അടിച്ച 196 റൺസും, നമുക്ക് 1 ഡൗൺ ഇറങ്ങിയ ശുഭമൻ ഗില്ല് ഫസ്റ്റ് ഇന്നിങ്സ് 23 റൺസും സെക്കൻഡ് ഇന്നിങ്സ് 0 റൺസും ആണ് വന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ് കളിയിൽ ഓവർ കൊണ്ടുപോയതും. സെക്കൻഡ് ഇന്നിങ്സിൽ നമുക്ക് ഈ ജഡേജയ്ക്കും KL രാഹുലിനും വന്ന ഇഞ്ചുറീസ് അതും മാറ്റർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ജഡേജ എന്ന് പറഞ്ഞൊരു പ്ലെയർ റൺ ഔട്ട് ആവണ കണ്ടിട്ടുണ്ടോ നമ്മള്? ജഡേജ റൺഔട്ട് അതിനു മുമ്പ് ജഡേജ റൺഔട്ട് ബെൻസ്റ്റോക്സിന്റെ ത്രോ എന്നൊക്കെ ഇവിടെ ഈ പ്രഷർ സിറ്റുവേഷന്റെ അച്ഛനാണ് ബെൻ സ്റ്റോക്സ്. അവിടെ കളി നമ്മൾ ജയിച്ചു. അവര് നല്ലപോലെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് നല്ലപോലെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കളി നമ്മൾ ജയിച്ചു. എവിടെ എത്ര പ്രഷർ സിറ്റുവേഷനാണ് ഇവൻ വന്ന ഇംഗ്ലണ്ട് ടീം രക്ഷിക്കുന്നത്? കാരണം 10 കളി കളിച്ചില്ലെങ്കിലും ഫൈനലിൽ ഒരു പൊട്ടൻഷ്യൽ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യും. അതാണ് ആ സിറ്റുവേഷനിലൂടെ കളിക്കുന്നത്. മാക്സ്വെല്ലിന്റെ വേൾഡ് കപ്പിൽ ഒരു കളി ഉണ്ടായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനുമായിട്ട്. അയാൾ ആ ഒരു സാധനം കളിക്കും. ആ ഒരു പൊട്ടൻഷ്യൽ ആ ഒരു ഡേ അയാളായിരുന്നു. പിന്നെ ബെൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു പ്ലെയറിന്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ അടിച്ചൊരു 800 റൺസ് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയുന്നത്. ബെൻ സ്റ്റോക്സ് അടിച്ച അതാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ ആ അത്ര 80 വരെ അടിച്ച റണ്ണും അതിനുശേഷം രണ്ടാമത്തെ ഇന്നിങ്സിൽ അശ്വിന്റെ ഒരു സൂപ്പർ ബോളാണ് ഔട്ടായി പോയത്. അവൻ കൊട്ടിയിട്ടാൻ നോക്കി. അതും ബെൻ സ്റ്റോക്സ് രണ്ടാമത്തെ ഇന്നിങ്സ് കളിച്ച രീതി ശരിയായില്ലെന്നാണ് എന്റെ അഭിപ്രായം. ആ തട്ടി ഇരുന്നു. നോർമലി അങ്ങനെ തട്ടി നിൽക്കാറില്ല. തട്ടി ഇരുന്ന് നല്ലൊരു ബോളിൽ കയറിപ്പോയി. അത് പണ്ടത്തെ ഫസ്റ്റ് ഇന്നിങ്സിലെ ബെൻ സ്റ്റോക്സ് ആണെങ്കിൽ അത് അടിക്കാൻ നോക്കി അവിടെ ക്യാച്ച് എങ്കിലും വന്നേനെ. അത് ചെയ്തില്ല. രണ്ടാമത്തെ ഇന്നിങ്സിൽ ബാറ്റിംഗ് ഫ്ലോപ്പ് ആയിരുന്നു. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ടെസ്റ്റിന് മെയിൻ ആയിട്ട് കൊടുക്കുന്ന പിച്ചസ് ഭയങ്കര സ്പിന്നിങ് അല്ലെങ്കിൽ തിരിയും. മെയിൻ എന്ന് വെച്ചാൽ ന്യൂ ബോളിലാണെങ്കിൽ നോർമലി നല്ല ഷൈൻ കാണും, നല്ല ബൗൺസ് കാണും, നല്ല സ്വിമ്മിങ് ഉണ്ടായിരിക്കും. അപ്പൊ മാക്സിമം ആ സമയത്ത് ബോളിനെ ഓൾഡ് ആക്കി കഴിഞ്ഞാൽ അതാണ് മെയിൻ പ്ലേസ്. നമ്മൾ രോഹിത് ശർമ്മ ആണെങ്കിലും കുറച്ച് കൂടുതൽ റൺസ്, ഓപ്പണേഴ്സിന് നല്ല ഷോട്ട് കളിച്ചും അക്സസ് ചെയ്യാൻ പറ്റുന്ന റൺസ്, അത് അവരുടെ സ്വിങ്ങും അവരുടെ ബാലൻസും കണ്ടെത്താൻ പാടാണെങ്കിൽ പോലും അവർ കളിക്കുന്ന ഒരു ടാലന്റ് ആണ്. കുറച്ച് ബോൾ ഓൾഡ് ആകുമ്പോൾ നല്ല ബോള്, അതേപോലെ സ്പിന്നേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് ഓൾഡ് ബോൾ എറിയുന്നത്. കാരണം സ്വിങ്ങിനെക്കാളും കൂടുതൽ സ്പിന്നാണ് ആ ബോൾ ചെയ്യാൻ പോകുന്നത്, ഓൾഡ് ബോൾ. പക്ഷേ ഇപ്രാവശ്യം ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, ഇത്രയും നാൾ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ന്യൂ ബോളില് ഫാസ്റ്റ് ബോൾ എറിയുന്നു, ഓൾഡ് ബോളിൽ സ്പിന്നർ എറിയുന്നു. ഇപ്രാവശ്യം 19ാമത്തെ ഓവർ ആകുമ്പോഴും ബുംറയ്ക്ക് ഒരു ഓവർ പിന്നെ കൊടുക്കുന്ന അപ്പോഴേ റിവേഴ്സ് സ്വിംഗ് വരുന്നുള്ളെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചായിരുന്നു. റിവേഴ്സ് സ്വിംഗ് എന്നൊരു സാധനം വക്കാർ യൂനിസും വാസിം അക്രവും രണ്ട് സൈഡിൽ നിന്നുകൊണ്ടിരുന്ന ആ ഒരു സാധനം ഈ ഇടയ്ക്കാണ് തിരിച്ചു വന്നു തുടങ്ങി. ഇത്രയും കാലം അതിനെപ്പറ്റി ആരും പറയുന്ന പോലും ഇല്ലായിരുന്നു. അതെ, തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഹെയ്സൽവുഡും എനിക്ക് തോന്നുന്നു പാറ്റ് ക്യുമിൻസ് ഒക്കെ ഈ ഇടയ്ക്ക് ഇറങ്ങി. വെസ്റ്റ് ഇൻഡീസ് ഫസ്റ്റ് ടെസ്റ്റിലുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളി അതും വളരെ വലിയ അത് വേറെ ലെവലിലെ കളിയാണ്. അത് ഭയങ്കര പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റ് എന്തായാലും എവിടെ പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആ ദിവസം. വേറെ ഒരു കളി അതെ നമ്മൾ ഫസ്റ്റ് 2 ദിവസത്തെ കളി കണ്ടു കഴിഞ്ഞ് ഇന്ത്യ ജയിച്ചു എന്ന് ഉറപ്പിച്ച കളിയാണത്. 90% പ്രോബിലിറ്റി കഴിഞ്ഞു. അതും ഇന്ത്യൻ കണ്ടീഷൻ, ഇന്ത്യൻ പിച്ചിൽ. അതെ, ആ ടെസ്റ്റ് ക്രിക്കറ്റിൽ എപ്പോഴും ദേഴ്സ് എ ചാൻസ് ഫോർ എ കംബാക്ക്. അത് തെളിയിച്ചത്. അത്
2020 ODIയിലും അതാണ് പ്രശ്നം. ഒരുത്തം നല്ലപോലെ ഒരു ദിവസം ഒരു ഇന്നിങ്സ് കളിച്ചു കഴിഞ്ഞാൽ അവിടെ കളി അങ്ങ് തീരുന്ന ഒരു ഫീലാണ്. ഇത് എപ്പോഴും നമുക്കൊരു കംബാക്ക് ഉണ്ട്. സച്ചിൻ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്നിങ്സ് വെച്ച് ഒരു ബാറ്റ്സ്മാനെ കമ്പയർ, 2 ഇന്നിങ്സ് നോക്കുക. അതെ അതെ, അതാണ് നമ്മുടെ ഒലി പോപ്പ്. പുള്ളി ഫസ്റ്റ് ഇന്നിങ്സിൽ ഡക്കായ ആള് സെക്കൻഡ് ഇന്നിങ്സ് അയാൾ ഇന്റന്റ് കാണിച്ചു. കാരണം അതിന് മുമ്പ് അയാൾക്ക് ഇഞ്ചുറി ആയിരുന്നു, ടെസ്റ്റ് ടീമിൽ ഇല്ലായിരുന്നു. കാരണം ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് ടീം എന്ന് വെച്ചാൽ ആരൊക്കെ വരുന്നു പോകുന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. അവർക്കും ആവശ്യം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. ഒരു സ്പിന്നർ ബാറ്റ്സ്മാൻ വെച്ചാൽ മോയിലിനെ കൊണ്ടു അവർക്ക്. അപ്പം എന്താണ് ഈ സീരീസിനെ കുറിച്ചുള്ള നിന്റെ പ്രൊഡിക്ഷൻ എന്താണ്? ഈ സീരീസ് തീർച്ചയായിട്ടും ഇന്ത്യൻ കണ്ടീഷനിൽ ഇന്ത്യ വെരി ഗുഡ് ടീം. ഇന്ത്യ തിരിച്ചു നന്നായിട്ട് വരും. ആര് ജയിക്കണേം തോക്കണേക്കാട്ടും എനിക്ക് നന്നായിട്ട് നല്ലൊരു മാച്ച് അല്ലെങ്കിൽ നല്ലൊരു ടൈറ്റ് ക്രൂഷ്യൽ മാച്ച് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ തോറ്റെങ്കിൽ ഈ കളി കാണാൻ നല്ല രസമുണ്ട്. തീർച്ചയായിട്ടും സിറാജ് എങ്ങാനും ആ കളിയിൽ അവൻ അടിച്ച് ജയിച്ചെങ്കിലുണ്ടല്ലോ. സത്യം, സിറാജ് പിന്നെ അവന് സത്യം പറഞ്ഞ 2 ബോളും കൂടെ തട്ടി ചെയ്തിരുന്നെങ്കിൽ എവിടെയെങ്കിലും എഡ്ജൊക്കെ പോയെങ്കിൽ ഒരു 27 കൊണ്ട് വന്നു പോയേനെ. ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുക. അല്ല, ഈ സ്പിൻ ട്രാക്കിനെ പറ്റി നമ്മൾ പറയുന്നു. പിന്നെ അവിടെ ഉള്ള ആൾക്കാർ മോണ്ടി പനീസാറും ഗ്രാൻഡ് സ്വാമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഓരോ ബോൾ ബൈ ബോൾ വാച്ച് ചെയ്യാണ്. എത്ര പെർസെന്റേജ് ആംഗിൾ മാറി എന്നുള്ള കാര്യം ഇവിടെ വാച്ച് ചെയ്യാണ്. അപ്പം നമുക്ക് സ്പിൻ ബോളേഴ്സ് ഉണ്ട്, നല്ല അനിൽ കുംബ്ലെ ഉണ്ട്, ഹർഭജൻ സിംഗ് ഉണ്ട്, നമ്മളെ രാഹുൽ ദ്രാവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേറൊരു കളിച്ച ലെജൻസിന്റെ കൂടെയാണ്. വേറൊരു സാധനം കണ്ടായിരുന്നു, രാഹുൽ ദ്രാവിഡ് KS ഭരത്തിന് എങ്ങനെ കളിക്കണം എന്നുള്ളത് ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞ് പറഞ്ഞു കൊടുത്തു. അതിന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെന്ന് KS ഭരത്ത് പറഞ്ഞു. പക്ഷെ KS ഭരത്ത് ഇറങ്ങിപ്പോയപ്പോ അവന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടാടാ. എനിക്കത് കണ്ടപ്പോഴത്തേക്കും വിഷമായി. അവനങ്ങ് ഞാൻ ഹീറോ ആവണ്ടായിരുന്നു, പോയല്ലോ. പിന്നെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. KS ഭരത് ലാസ്റ്റ് വിക്കറ്റ് കീപ്പറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് എത്ര പണ്ട് ഇഷാൻ കിഷൻ ഉണ്ട്, ഋഷഭ് പന്ത് ഉണ്ടായിരുന്നു പോയി, പിന്നെ നമുക്ക് അടുത്ത വിക്കറ്റ് കീപ്പർ KL രാഹുൽ ഉണ്ട്. ഋഷഭ് പന്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഋഷഭ് പന്തിന്റെ ആ ഒരു കളി നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യന്റെ ഒരു മൊമെന്റവും ഇംഗ്ലണ്ടുമായിട്ടും ജയിച്ചതും ഓസ്ട്രേലിയയായിട്ടും ജയിച്ചതിന്റെ മെയിൻ ഒരു ഘടകം ഋഷഭ് പന്തായിരുന്നു. ഫിയർലെസ് ക്രിക്കറ്റ്. അത് ഒരാൾ കളിക്കണം, 1-2 പ്ലേയേഴ്സ് കളിക്കണം. എല്ലാരും ടീം കളിച്ചു കഴിഞ്ഞാൽ പക്ഷെ എല്ലാരും അങ്ങനെയല്ലേടെ ഇംഗ്ലണ്ടിൽ കളിക്കുന്നത്. എനിക്ക് അതല്ലേ മനസ്സിലാവാത്ത. ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ് എല്ലാവരും കളി. 2020 അപ്പുറമാണോ അവർ കാണിക്കുന്നത്. അവരെ കണ്ടീഷനിലും അല്ല, ഓപ്പണിംഗ് ഇറങ്ങിയ ബെൻഡക്കറ്റ് അടിച്ച റിവേഴ്സ് സ്വീപ്പ് അവന് അത് മാത്രമേ അറിയാവുന്നുള്ള രീതിയിലാണ്. 10 തരം സ്വീപ്പ് അറിയാമെന്നാണ് അവൻ കെവിൻ പീറ്റേഴ്സന്റെ അടുത്ത് പറയുന്നത്. 10 തരം സ്വീപ്പ് എനിക്ക് അറിയാം. അതെ, കെവിൻ പീറ്റേഴ്സന്റെ വേറൊരു കാര്യമുണ്ട്. ഗില്ലിന്റെ അടുത്ത് ഒന്ന് രാഹുൽ ദ്രാവിഡ് ഒന്ന് എൻക്വയറി ഒന്ന് സംസാരിക്കുക എന്നൊരു ട്രോയത് കണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ. കെവിൻ പീറ്റേഴ്സൺ 2012 അവർ ലാസ്റ്റ് ജയിച്ചത്. അപ്പോൾ രാഹുൽ ദ്രാവിഡിനാണ് ചോദിച്ചിട്ടാണ്. അതെ, രാഹുൽ ദ്രാവിഡ് പറഞ്ഞു ഓഫ് സൈഡിൽ കളിക്കാൻ നോക്കുക, ഓഫ് സൈഡിൽ പാഡ് ഇല്ലാതെ കളിക്കാൻ നോക്കുക. അതെ, അപ്പൊ നമ്മളെ കാല് കൊള്ളുന്നത് നല്ല പെയിൻ ആയിരിക്കും. അതിനെക്കാരം കൊള്ളുന്നതാണ് ഒരു വിക്കറ്റ് ഔട്ടായി പോകുന്നത്. അത് പാഡ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കളിച്ച് പഠിക്കാം, കാലി കൊള്ളരുത്. അത് കോൺഫിഡൻസ്, അത് കൊടുത്തയാണത്. നീ കളി ഉണ്ട് ആ ഒരു ടാലന്റ്. കെവിൻ പീറ്റേഴ്സണുടെ 2013 കെവിൻ പീറ്റേഴ്സണും ആലിസ്റ്റർ കൂടെ കളിച്ചൊരു കളിയിലാണ് നമുക്ക് അവിടെയും പ്രശ്നം വന്നത്. എനിക്ക് ഈ സീരീസില് ഇന്ത്യ നല്ലപോലെ കളിക്കുമെന്നൊക്കെ പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഒരു ഗുഡ് 100 അടിക്കണോ, ഒരു 100 അടിച്ചാൽ ഒരു 150 റൺ അടിക്കണം എല്ലാ കളിയിലും. അല്ലാതെ ഇങ്ങനെ വന്ന് അടിച്ചോണ്ടിരുന്നാ പോരാ. തീർച്ചയായിട്ടും മനോഹരമായ ഒരു കളി തീർച്ചയായിട്ടും കാണും. ഈ പറഞ്ഞ രോഹിത് ശർമ്മയാണെങ്കിലും ഇപ്പൊ വരാൻ പോകുന്ന വിരാട് കോഹ്ലി ആണെങ്കിലും ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന ജഡേജ, അശ്വിൻ, ഈവൻ ഗില്ല് എല്ലാവരും ആണെങ്കിലും അത്രയും പൊട്ടൻഷ്യലാണ്. നല്ലൊരു കളി തന്നെ കാണാം. അടുത്ത കളി ഇന്ത്യ ജയിക്കുമെന്നാണ് എന്റെ ഒരു ചിന്താഗതി. അതും ഈ വൺ സൈഡ് വിക്ടറി ആവരുത്. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, നോർമലി നല്ലൊരു കളി കാണണം. എനിക്ക് ഇന്ത്യയിൽ ഇപ്പൊ വെച്ചേക്കുന്ന ഒരു രീതിയിനെക്കാളും ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഇംഗ്ലണ്ടിന്റെ ഒരു കോമ്പിനേഷനും അവര് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല, ഇംഗ്ലണ്ടിന് ഒരു പ്രഷർ, അത് നമ്മുടെ ഫാൻസിന്റെ കുഴപ്പമാണ്. നമ്മുടെ ഫാൻസ് ഇത്രയും മാത്രം പ്രഷർ അവന്മാർ പുറത്ത് ഇടുന്നോണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നത്. ഇംഗ്ലണ്ടിന്റെ ഫാൻസിനൊന്നും ഒരു തർക്കവും ഇല്ല, പരാതി രാമാൽ എങ്ങനെയാ. കാരണം നീ ആലോചിക്ക്, ഫസ്റ്റ് റൗണ്ട് പോലും ക്വാളിഫൈ ചെയ്യാതെ ഒരു വേൾഡ് കപ്പിന് പുറത്തിറങ്ങി നിൽക്കുന്ന ടീമാണ്. അതും ഇതുപോലത്തെ ടീം, അതും ഇത്രയും ടാലൻസ് റഷ്ഡ് ടീം. എന്നിട്ട് അങ്ങനെ ഇന്ത്യ എല്ലാം പോയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ അവർ എന്ത് ചെയ്തേനെന്ന് ആലോചിച്ച് നോക്ക്. അതും നമ്മുടെ കയ്യിരുന്ന വേൾഡ് കപ്പ് കഴിഞ്ഞ് അടുത്ത വേൾഡ് കപ്പ് വരുന്നത് നമ്മള്
കൊണ്ട് ഫസ്റ്റ് റൗണ്ട് ഔട്ടായി നമ്മൾ കൊല വിളിക്കൂല അവന്മാര്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഫാൻസ് ക്രിക്കറ്റ് കാണുന്നവരെ കൊണ്ടെങ്കിൽ അത് കുറച്ച് കുറയ്ക്കട്ടെ. അവര് ഹ്യൂമൻ ബീങ്സ് ആണ്. അവരും നമ്മൾ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവര് കൊടുത്ത് വാങ്ങിച്ചോണ്ടിരിക്കും. നമുക്ക് അവസാനം ഇന്ത്യ ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കണം എന്നുണ്ടെങ്കിൽ അവന്മാരൊന്ന് അഴിച്ചു വിടുക. നമ്മളും സത്യം പറയാം. ഇപ്പൊ ഞാനാണെങ്കിൽ നീ ആണെങ്കിൽ നമ്മളൊക്കെ കുറ്റം പറയും. ബട്ട് ഈ കുറ്റം അവരെ എത്തിക്കാൻ നമ്മളുള്ളിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ അവർക്കും കുറച്ചും കൂടെ നന്നായി കളിക്കാൻ പറ്റും. അവരെ ചെന്ന് കുറ്റം പറയണേക്കാളും ഭേദം നമുക്ക് പറയാം എന്ത് അവർക്ക് തെറ്റണെങ്കിൽ ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുക. നോർമലി ആ സിറ്റുവേഷനിൽ കളിക്കാൻ നിൽക്കുമ്പം അത് ഭയങ്കര പാടാണ്. നമ്മൾ പറയണ പോലെ അല്ല. സോഷ്യൽ മീഡിയ ഉള്ള സമയത്താണ് വീരേന്ദ്ര സെവാഗ് കളിച്ചിരുന്നെങ്കിൽ അവൻ ഇപ്പൊ എത്ര പേര് കൊന്നേനെ. ആ ഒരു ഫ്രീഡം അവന് പോയേനെ. ആ ഫ്രീഡം പോയേനെ അവന്റെ. ഒരിക്കലും കമ്പയർ ചെയ്യരുത് പ്ലേയേഴ്സിന്. അതൊക്കെ ലെജൻസ് ആണ്. അത് ലെജൻസ് ആണ്. ഇപ്പൊ ഇവര് കളിച്ച് ഒരു ലെജൻസ് ആക്കി കാണട്ടെ. സന്തോഷിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എല്ലാരും അതേപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഒരു സ്പോർട്ടാണ്, അങ്ങനെ തന്നെ നിൽക്കുക. ഇതാരെയും പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്തൊന്നുമില്ല. പല ആൾക്കാർക്കും ഋഷഭ് പന്തിനോട് ഭയങ്കര വാശിയായിരുന്നു. ഐ മീൻ സഞ്ജുവിന് കളിക്കാനുള്ള ചാൻസ് ഇട്ടില്ലാന്ന് പറഞ്ഞത്. നമ്മളിവിടെ കളിച്ചിട്ടുള്ളതാണ് സഞ്ജു ഒക്കെ. അപ്പൊ പുള്ളി ഇതേപോലെ സാഹചര്യം ഇതേപോലെ കിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഋഷഭ് പന്തിനൊരു അപകടം പറ്റി എന്ന് അറിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എല്ലാരും ആ പുള്ളിയെടുത്തുള്ള ഒരു ചിന്താഗതി വളരെതായിട്ട് മാറി. അതെ, ഭയങ്കര ഭയങ്കര നമ്മള് കാരണം ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. റഹാനെ കുറിച്ചും പുജാരനെ കുറിച്ചും ആർക്കും ഒരു സ്നേഹമില്ലായിരുന്നു. ടീമിൽ നിന്ന് പുറത്തു പോയപ്പോ അവരൊക്കെയാണ് കണ്ണിലുണ്ണികൾ. റൈഡുവിനെ കുറിച്ച് ആർക്കും ഒരു തോന്നലില്ലായിരുന്നു. ടീമിൽ നിന്ന് പോയപ്പോ എല്ലാവർക്കും സഹതാപ തരംഗമാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെയല്ലേ വരുള്ളൂ. നോർമലി അത് സിറ്റുവേഷൻ ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെ പറയുള്ളൂ. പോകുമ്പോ അയ്യോ പാവല്ലേ. അതെ, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവരിങ്ങനെ കൊല്ലുന്നതാണ് ഒരു പ്രശ്നം. അതൊരു കാര്യമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ ദിവസം ഇത് എണീക്കും ഇതല്ലടെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് എണീക്കുന്നുണ്ട്. തള്ളക്കി വിളി. പിന്നെ കാരണം അത്രമാത്രം അവർ ഇഷ്ടപ്പെടുന്നോണ്ടാണ് ആ ഒരു കാര്യം പറയണത്. അത്രേ പറയുന്നില്ല. ഒരിക്കലും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ വെറുപ്പോടത് കൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. അവര് ഡിസപ്പോയിന്റ് ആയിപ്പോയി. അത്ര ഇഷ്ടപ്പെട്ടിട്ട് അത് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് അവർക്കുള്ള പ്രശ്നം. അപ്പോ നമുക്ക് അടുത്തൊരു സെക്കൻഡ് ടെസ്റ്റ് ഇന്ത്യ ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. വൺ സൈഡ് ആവരുത്. വളരെ ടൈറ്റ് ആയിട്ട് നല്ല ക്രിക്കറ്റ് കണ്ടുകൊണ്ട് ആ കളി മുമ്പോട്ട് പോകുന്നതാണ്. അത് ഒരു ദിവസമല്ല 5 ദിവസവും. അത് ഏത് സൈഡാണെങ്കിലും നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ ജയിക്കട്ടെ. നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ആൾ ജയിക്കട്ടെ. ഇന്ത്യ ജയിക്കണം. നമ്മുടെ ഉള്ളിൽ നല്ല ക്രിക്കറ്റ് ഇന്ത്യ കളിക്കണം. അപ്പൊ നമ്മൾ ജയിച്ചോളും. അപ്പൊ രാഹുൽ, അപ്പൊ അടുത്ത ടെസ്റ്റിന് തൊട്ട് നമ്മൾ എല്ലാ ദിവസവും റിവ്യൂ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ടെസ്റ്റിന് പറ്റിയില്ല, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ടെസ്റ്റ് തൊട്ട് എല്ലാ ദിവസവും ടെസ്റ്റിന്റെ ഡേ കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ, നമ്മൾ ചെയ്യാം. അത് മാത്രമല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാം. താങ്ക് യു ഗൈസ്. ബൈ ബൈ.